ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീന്റെ വീട്ടിലേക്ക് വരരുതെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതല്ലേ? വന്നാലുള്ള അനുഭവം എന്താന്ന് ഇപ്പൊ ബോധ്യമായല്ലോ. ഉഗ്രവിഷമുള്ള നാഗത്തിനെ കണ്ടത് നീ തന്നെയല്ലേ? നാഗത്തിന്റെ വിഷം മാത്രമല്ല, ചില മനുഷ്യരുടെ ഉള്ളിലും വിഷമുണ്ട്. അവളെ കുറിച്ചാ ഞാൻ പറഞ്ഞേ, കൃഷ്ണയെ കുറിച്ച്. എന്താ അവളുടെ നമ്മുടെ മുന്നിലുള്ള വിനയം? എങ്ങനെയാ നവീന്റെ അടുത്ത് നിൽക്കുന്നേ? നവീൻ പരപുരുഷനല്ലേ? നാട്ടിൻപുറത്തെ ശുദ്ധഗതിക്കാരിയുടെ ചോദ്യങ്ങളൊക്കെ മമ്മി കേട്ടിരുന്നതല്ലേ? പക്ഷേ അതിന്ന് ഞാൻ നേരിട്ട് കണ്ടു, എങ്ങനെയാ നിൽക്കുന്നതെന്നും പെരുമാറുന്നതെന്നും. കൃഷ്ണ അവിടെ നിൽക്കുന്നത് നവീന്റെ വേലക്കാരിയായിട്ടല്ല, ഭാര്യയായിട്ടാണ്. ഒരു ഫംഗ്ഷനില് ഭർത്താവിനോട് ഭാര്യ അടുത്ത് പെരുമാറിയില്ലെങ്കിൽ ചുറ്റിനുള്ളവരെ സംശയിക്കില്ലേ? മാത്രമല്ല, കളരിക്കൽ തറവാട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയില്ല. അവിടെ എത്ര പേരുണ്ട് സൂക്ഷിച്ചു നോക്കാനും കണ്ടുപിടിക്കാനും. ശരിയാ മാഡം, ആ നിർമ്മലയും ഉദയനെയും കീർത്തിയൊക്കെ വിശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടോ. അതുകൊണ്ട് കൃഷ്ണ വളരെ അഡ്ജസ്റ്റ് ചെയ്താ പെരുമാറുന്നത്. ഓ, അവളെ അങ്ങനെ ന്യായീകരിക്കാൻ തുടങ്ങിയാല് രണ്ടു പേർക്കും നല്ല നാവാ. കൊള്ളാം. സത്യം പറഞ്ഞു കഴിഞ്ഞാ മമ്മിയുടെ വയറ്റിൽ ഞാൻ ജനിക്കേണ്ടിയിരുന്നില്ല. അവളെ പോലെ ഏതെങ്കിലും തെരുവിൽ ചെന്ന് കിടന്നിരുന്നെങ്കിൽ എടുത്തുകൊണ്ടുവന്ന് കൂടെ നിർത്തി സ്നേഹിക്കുമായിരുന്നല്ലോ. ഓ, മമ്മി വിഷമിക്കൊന്നും വേണ്ട. കളരിക്കല്ല് നാഗശാപം ഉണ്ട്. അത് വീണ്ടും വീണ്ടും എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു. പൂജയും മറ്റും കഴിയുന്നത് വരെ എന്നെ കൊണ്ട് ആ കാര്യത്തില് ഒരു ശല്യം ഉണ്ടാവില്ല. ഓക്കേ? മാം, കൃഷ്ണയുടെ അമ്മയുടെ വരവ് മാമിനെ വല്ലാതെ അലട്ടുന്നുണ്ടല്ലേ? അവളുടെ വരവ് മാത്രമല്ല സിനി, അവള് വന്ന വരവ്, പെരുമാറ്റം, ഇതൊക്കെ ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാ. പണ്ട് എന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുമ്പോ അവളുടെ ശബ്ദം കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കാതു കൂർപ്പിച്ച് നിൽക്കണമായിരുന്നു. അതേ അവള് തന്നെയാ ഇന്ന് കൽപ്പിക്കുന്ന സ്വരത്തിൽ എന്റെ അടുത്ത് സംസാരിച്ചത്. ഒന്നുകിൽ മകക്ക് കിട്ടിയ സൗഭാഗ്യത്തില് അവൾ അഹങ്കരിച്ചു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ വെല്ലുവിളിച്ച് കളയാന്ന് അവള് തീരുമാനിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ശ്രീനിവാസ സാറിനോട് പിന്നീടുള്ള അടുപ്പമായിരിക്കും അവരുടെ മാറ്റത്തിനുള്ള കാരണം, അല്ലേ മാം? പക്ഷെ കൃഷ്ണയും സുനിതയൊക്കെ അവരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. അവർക്കൊക്കെ എന്തറിയാം? നാട്ടിൻ പുറത്തെ പാവപ്പെട്ട ഒരമ്മ. ആ ചിത്രമല്ലേ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നെ ചതിച്ചതോ, എന്റെ ജീവിതം നശിപ്പിച്ചതോ, എന്റെ ഭർത്താവിനെ തട്ടിയെടുത്തതോ അതൊന്നും അറിയില്ലല്ലോ അവർക്കാർക്കും. പക്ഷേ കൃഷ്ണ ഒരു പാവം മാം. കൃഷ്ണയുടെ ഭാഗത്തു നിന്നും മാമിനൊരു ആപത്തും വരില്ല, അതെനിക്ക് ഉറപ്പാ മാം. ചതി പറ്റിയവളാ ഞാൻ. ഹൃദയത്തിൽ കൊണ്ടു നടന്നവള് നെഞ്ചിൽ തന്നെ കുത്തി പരിക്കേൽപ്പിച്ചതോ. ഒരാളെയും അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ശ്രദ്ധിക്കണം സിനി, അവളെയും അവളുടെ അമ്മയും. കൊല്ലാനുള്ള കുറ്റം അവള് ചെയ്തിട്ടുണ്ട്. ശിക്ഷ എരന്ന് വാങ്ങാനാണ് ഉദ്ദേശമെങ്കില് ഞാൻ മടിക്കില്ല.